എപ്പോഴും കുറവുകളെ കഴിവുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം അതിനെ ഉദ്ധരിച്ച് കഴിവുകളാക്കി മാറ്റുക എന്നുള്ളത്. ഒരു സാധനം എത്ര ശ്രദ്ധാലുവാണെങ്കിലും അവനെ ന്യൂനത ഇല്ലാതാക്കാൻ ഗുരുവിൻ്റെ സഹായം കൂടിയേ തീരും. ഗുരു ഇല്ലാത്ത സാധകൻ ഒരു അനാഥ ശിശുവിനെ പോലാണ്. അനാഥ ശിശു ഒരു കുപ്പിപ്പാല് തറയിൽ നിന്ന് കുടിക്കുന്ന പോലെ. ഒരു കടയിൽ ജോലിക്ക് നിർത്തിയിരിക്കുന്ന പയ്യൻ, അവന് സാധനങ്ങൾ എടുത്തു കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങിക്കൊണ്ട് നിൽക്കും. കട ഉടമസ്ഥൻ്റെ മൂത്ത മോന് മാനേജ്മെൻറ്റ് പഠിത്തം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഈ കടയിൽ നിൽക്കുന്ന പയ്യൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം തൂങ്ങുന്നുണ്ട്. അപ്പോൾ അച്ഛനോട് ദേഷിച്ചു, അച്ഛാ, ഒരു കടയിൽ ബിസിനസ് നിൽക്കുന്ന പയ്യൻ ഇങ്ങനെ ആയിരിക്കണോ? ഇങ്ങനെ ഉറക്കം തൂങ്ങുന്ന പയ്യനാണ് നിർത്തേണ്ടത്, അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കൂ. പിന്നെ അച്ഛൻ പറഞ്ഞു, മോനെ, ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യനാണ്, അവൻ അച്ഛനില്ല, ഇവൻ്റെ ജോലിയുടെ പണം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. അതുമാത്രമല്ല, ഇവൻ 2 മാസം ശമ്പളം ഞാൻ നേരത്തെ കൊടുത്തും പോയി. അല്ല, അച്ഛൻ തീർച്ചയായിട്ടും ഇങ്ങനെ പറഞ്ഞു വേണം, അതിനൊരു വഴിയുണ്ട് മോനെ. അതെന്താ വെച്ചാൽ ഈടുത്ത ഒരു ബന്നിന് ഇറങ്ങിയിട്ടുണ്ട്. പറയുന്നത് ഡിപ്രഷനുള്ളവർക്കും ഉറക്കം കിട്ടാത്തവർക്കും അത് ധരിച്ചാൽ നല്ല ഉറക്കം കിട്ടും, നല്ല ശാന്തിയും അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് കേൾക്കുന്നത്. ആ ബന്നിൻ നാളെ ഇവിടെ എത്തും. അപ്പം മോൻ 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു വിടണോ വേണ്ട എന്നുള്ള തീരുമാനം എടുക്കുക. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മോൻ കടയിലോട്ട് വരുമ്പോൾ കടയുടെ മുമ്പിൽ ഈ ഇറങ്ങിയ ബനിയൻ ധരിച്ച് ഈ ഉറക്കം തൂങ്ങുന്ന പയ്യനെ അവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുകളിലൊരു ബോർഡുണ്ട്, ഡിപ്രഷനുള്ളവരും ഉറക്കം കിട്ടാത്തവർക്കും ഈ ബനിയൻ ധരിച്ചാൽ ഉറക്കം കിട്ടുന്നതായിരിക്കും, റിലാക്സ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അന്ന് ബോർഡ് എഴുതി. പക്ഷെ താഴെ ഈ ബനിയൻ ധരിച്ചിരിക്കുന്ന പയ്യനുണ്ട്, തൂങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മൂത്തമ്മ വരുമ്പോൾ കാണുന്ന രംഗം ബോർഡ് ഇതാണ്. എന്നിട്ട് നേരെ അകത്തോട്ട് കയറി ചെന്നപ്പോൾ കട നിറച്ച് ചെടിച്ച് നിൽക്കുന്ന ആൾക്കാർ ഈ ബന്യം വാങ്ങിക്കാൻ വേണ്ടി. വന്ന ദിവസം തന്നെ ബന്യം വിറ്റ് തീരുകയും ചെയ്തു. അദ്ദേഹം വളരെ ക്ഷമയുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ആ വിവേകം ഉണ്ടായി. അതുകൊണ്ട് ആ പയ്യനിലെ കുറവുകളെ അദ്ദേഹം കഴിവുകളാക്കി മാറ്റി. അതുപോലെ വിവേകത്തോടുകൂടിയും ക്ഷമയോടുകൂടിയും നീങ്ങിയാൽ നമുക്ക് ഏത് കുറവുകളെയും കഴിവുകളാക്കി മാറ്റാൻ പറ്റും. അനുഭവമാണ് ഗുരു. അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനമാണ് പോരായ്മകളെയും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞത്. എപ്പോഴും കുറവുകളെ കഴിവുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം അതിനെ ഉദ്ധരിച്ച് കഴിവുകളാക്കി മാറ്റുക എന്നുള്ളത്. ഒരു സാധനം എത്ര ശ്രദ്ധാലുവാണെങ്കിലും അവനെ ന്യൂനത ഇല്ലാതാക്കാൻ ഗുരുവിൻ്റെ സഹായം കൂടിയേ തീരും. ഗുരു ഇല്ലാത്ത സാധകൻ ഒരു അനാഥ ശിശുവിനെ പോലെ. അനാഥ ശിശു ഒരു കുപ്പിപ്പാല് തറയിൽ നിന്ന് കുടിക്കുന്ന പോലെ. ഗുരുവുള്ളൊരു സാധകൻ അമ്മയുടെ മടുത്തട്ടിരുന്ന് മുലപ്പാൽ കുടിക്കുന്ന പോലെ. അമ്മയുടെ മുലപ്പാലിൽ തീർച്ചയായിട്ടും അതിലെ പ്രതിരോധ ശക്തി ചേർത്തുക്കാനുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ട് മുലപ്പാലിൽ. ആപ്പിള് മരം തണുപ്പ് രാജ്യത്ത് വളരും, ചൂട് രാജ്യത്ത് ഈത്തപ്പഴം വളരും. തിരിച്ച് ആപ്പിള് മരം ചൂട് രാജ്യത്ത് വെച്ചാലോ കിളിക്കും. പക്ഷേ അതുപോലെ വളരെ ശ്രമിച്ചവർ പക്ഷെ കിളിപ്പിക്കാം. ജന്മന ആ സംസ്കാരത്തിൽ വന്നവരുണ്ട്. അപ്പോൾ അവരിപ്പോൾ മറ്റുള്ളവർ അനുകരിച്ചല്ലോ. ജന്മനാ ഒരാൾ പാടുന്നത് വെച്ച്, ജന്മനാ ഒരാൾ വരയ്ക്കുന്നത് വെച്ച് എല്ലാവരും പഠിക്കാതെ വരയ്ക്കാൻ എങ്ങനെ ഇരിക്കും? വരയ്ക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ ഇരിക്കും? ഗുരു ശിഷ്യൻ്റെ അഭയവും ആശ്രയവുമാണ്, അവൻ്റെ വഴികാട്ടിയും രക്ഷകനുമാണ്. ഓരോ പ്രതിസന്ധിയിലും അവന് തുണയായിരിക്കും. ആധ്യാത്മപാതയിലെ പ്രതിബന്ധങ്ങൾ മനസ്സ് തളരാതെ മുന്നോട്ട് പോകാനുള്ള ശക്തിയും പ്രചോദനവും ഗുരു പകർന്നു നൽകും. ശിഷ്യന് സമർപ്പണം വേണ്ടത്രയുണ്ടെങ്കിൽ ശിഷ്യനെ സഹായിക്കാൻ ഗുരു എത്ര ക്ലേശം സഹിക്കുവാനും തയ്യാറാകും. വേണമെങ്കിൽ ഗുരുവിൻ്റെ ഒരു നോട്ടം, ഒരു സ്പർശനം, ഒരു സ്മരണ, അതുകൊണ്ട് തന്നെ ശിഷ്യനെ പരമമായ അനുഭവത്തിലേക്ക് ഉയർത്തുവാൻ ഗുരുവിന് കഴിയുന്നു. എന്നാൽ അത് സ്വീകരിക്കാനുള്ള യോഗ്യത ശിഷ്യൻ സ്വയം ആർജിക്കേണ്ടതാണ്.
നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ സത്യത്തെ അറിയാൻ പ്രയാസമാണ്. അതിനാൽ ഗുരു ഏറ്റവും ആദ്യം നോക്കുന്നത് ശിഷ്യന് എത്രത്തോളം വൈരാഗ്യം വന്നിട്ടുണ്ടെന്നാണ്. മരണത്തിൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി നചികേതസ് യമനോട് അപേക്ഷിച്ചപ്പോൾ യമൻ പറഞ്ഞു, അത് മാത്രം നീ ചോദിക്കരുത്, ഞാൻ നിനക്ക് എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും തരാം, അതുകൊണ്ട് നീ തൃപ്തനാകും. എന്നാൽ നശ്വരമായ യാതൊന്നും കൊണ്ട് തൃപ്തനാകാൻ നചികേതസ് തയ്യാറായില്ല. യമൻ വെച്ച് കിട്ടിയ പ്രലോഭനങ്ങളിലൊന്നും നചികേതസ് വീണതുമില്ല. മരണത്തിൻ്റെ വാതിൽ പോലും മുട്ടി വിളിക്കാൻ തയ്യാറായ ആ ധീരൻ ഒന്നുകൊണ്ടും പിന്മാറുന്നവനായിരുന്നില്ല. യമൻ്റെ പ്രലോഭങ്ങൾ ആ ബാലൻ തള്ളിക്കളഞ്ഞത് കണ്ടപ്പോൾ യമനിലെ ഗുരു സന്തോഷിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പ്രീതനായി ആ ബാലന് ആത്മവിദ്യ ഉപദേശിച്ചു കൊടുത്തു. കുഴിയിൽ വീണ് കിടക്കുന്ന ഒരാളെ രക്ഷിക്കണമെങ്കിൽ ചിലപ്പോൾ സഹായിക്കാൻ പോകുന്ന ആളും കുഴിയിലിറങ്ങേണ്ടി വരും. ചെളിയും അഴുക്കുമെല്ലാം അദ്ദേഹം സഹിക്കേണ്ടി വരും. അതുപോലുള്ള കാരണമാണ് ഗുരുവിന് ശിഷ്യനോട് ഉള്ളത്. ബന്ധസ്ഥനായ ശിഷ്യനെ രക്ഷിക്കണമെങ്കിൽ ഗുരു വളരെയേറെ ത്യാഗം സഹിക്കേണ്ടി വരും. ശിഷ്യന്മാരുടെ ന്യൂനതകളും പ്രാരാബ്ദങ്ങളും ഒരളവോളം ഗുരുവിന് ബാധകമാവും. ശിഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ശാസിക്കപ്പെടാൻ യോഗ്യനായവനെന്നാണ്. സ്വയം അർപ്പണമായി മാറുന്നവനാണ് ശിഷ്യൻ.